പൈസ അല്ല കാട്ടുപോത്തുണ്ടോ ലെഫ്റ്റ് പോയാല് ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ രണ്ടാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. നമ്മള് മേഘമലയിലേക്ക് പോവാണ്. എല്ലാവരും കുളിച്ച് അടിപൊളി സ്റ്റേ ആണ് കിട്ടിയത്. അടിപൊളി സ്റ്റേ ആട്ടോ. മേഘമലയ്ക്ക് വരുന്നവരൊക്കെ ഇതാ വീട്ടിലെ റൂമാണ് ഗൈസ്. ഇതാണ് നമ്മളെ റൂം. മേഘമലയ്ക്ക് പോണ റൂട്ടിൽ തന്നെയാണ്. നല്ല അടിപൊളി റൂമാണ്, നല്ല ആൾക്കാരാണ്, വിലയും കുറവാണ്. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് റൂമിൻ്റെ പേര്. അയ്യോ തമിഴ. ഈ റൂട്ടിനാണ് മേഘമലയിൽ പോവുക. മേഘമലയ്ക്ക് പോണവർ ഇതാ അവിടെ റൂം എടുക്കാം. അടിപൊളി റൂമാണ്, നല്ല ബാത്റൂമാണ്, നല്ല ആൾക്കാരാണ്, നല്ല സ്വഭാവമാണ്. അടുത്ത് തന്നെ ടൗണൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാനും സുഖമാണ്. എന്നാൽ വിട്ടോളി. അങ്ങനെ ഗൈസ് നമ്മളിതാ ചായ അടിക്കാൻ ഇറങ്ങിക്കണേ. ഈ ചായ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ഫുഡൊന്നുമില്ല, മേഘമലയിൽ ഫുഡൊന്നുമില്ല എന്ന് പറഞ്ഞു. പട്ടിണിയാണ്. ചായ മൊത്തം 15 ചായ അടിക്കാം നമുക്ക്. ആ 15 അടക്കാം. കോഫിയോ? കോഫി എത്ര വേണം പറഞ്ഞാല്? 2 കോഫി ഓർക്കാല് അല്ല, 2 ചായ ഓർക്കല്ലേ? ആ കോഫി ആയിക്കോട്ടെ. 3 അല്ല, അത് കേക്ക് 8 ചായ 3 കോഫി. 8 ചായ ചേച്ചി കുടുങ്ങി. ഷർട്ടർ ഭ്രാന്തുണ്ട്. ഹോർലിക്സ്. അയ്യോ കിടിലും ജിലേബി കേട്ടോ. നമ്മൾ മേഘമല കയറിക്കൊണ്ടിരിക്കാണ്, പോയിക്കൊണ്ടിരിക്കാണ്. ഏതാണ്ട് നിമിഷങ്ങൾക്ക് നമ്മൾ ചെക്ക് പോസ്റ്റ് എത്തും. അടിപൊളി റൂട്ടാണ്. റൂട്ടാണ് ഗൈസ്, എന്താ സാധനം. ഗൈസ് ഞങ്ങളങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് വീഡിയോ എടുത്തിരുന്നപ്പോൾ സാറ് പറഞ്ഞു പ്രത്യേകമായി മേഘമല വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് 3 മണിക്ക് ശേഷം ഇവിടെ അലോ ചെയ്യൂല. 3 മണിക്ക് ശേഷം ചെക്ക് പോസ്റ്റ് ഇവിടുന്ന് കയറാൻ പറ്റൂല, സമ്മതിക്കൂല. പിന്നെ ഇവിടെ ഒന്നും നിർത്താൻ പാടില്ല. ടൈഗർ റിസർവ് ആണ്, കരടികൾ കൂടുതലായിട്ടുണ്ട്, കടുവകളുണ്ട്, പിന്നെ ആനകളുണ്ട്. നമ്മളെ പെരിയാർ റിസർവുമായിട്ട് ഇവിടെ ജോയിന്റ് ആവുന്നുണ്ട്, കണക്ഷനുണ്ട്. അപ്പൊ ആരെങ്കിലും മേഘമല വരുന്നുണ്ടെങ്കിൽ വൈകുന്നേരം താഴെ ഒന്ന് താമസിക്കാം, രാവിലെ കയറുക, അതാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അവിടുന്ന് ഫോട്ടോ വീഡിയോ നിർക്കാൻ സമ്മതിച്ചില്ല, അപ്പൊ ആളുകൾ കൂടുതലാണ്. പിന്നെ വേറൊരു പ്രത്യേകത, കേരള വണ്ടി കൂടുതലാണ് തന്നെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് 400 വണ്ടി പോയാൽ 300 വണ്ടിയും കേരള വണ്ടി അടുത്ത മാസം മുതൽ 250cc താഴെയുള്ള വണ്ടികൾ മാത്രമേ കടത്തി വിടുള്ളൂ. 250cc മുതലുള്ള വണ്ടികൾ വിടൂല. 250ക്ക് മുകളിലുള്ള വണ്ടി കടത്തി വിടൂല. അങ്ങനെയൊക്കെ അവിടെ സാറ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പുക, അതായത് ശബ്ദ മലിനീകരണം കാരണം കടത്തി വിടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുന്ന് പറഞ്ഞ അറിവുകൾ. പിള്ളേരൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഗൈസ് എന്നാലും ഇനി മേഘമല വില്ലേജ് തിരികെ കാണാം.
കാണാൻ പറ്റുമോന്ന് അറിയില്ല. നല്ല ഫ്രഷാണ്, ഇപ്പോട്ട് പോയിട്ടുള്ളൂ. പ്രഭാത കൃത്യം കഴിച്ച് പോയതാണ്. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ചിലപ്പോ. അത് കിടക്കുന്നു, അത് ഫ്രഷ് അല്ല. സാധനം കിട്ടാം ഇവിടെ, സാധനം കിട്ടാം. ഫുള്ള് ആനപ്പിണ്ടാണ് കേസ്, ഫുള്ള് ആനപ്പിണ്ട, ഫ്രഷ് ആനപ്പിണ്ടാവും. ആയിക്കൊണ്ടേക്കോ മുന്നിക്കൊക്കെ കേട്ടോ, സൈഡിക്കൊക്കെ ഞാൻ നോക്കിക്കോട്ടെ. കണ്ടപ്പോ ഒക്കെ ബാക്കായി. ഇതുവരെ ഞങ്ങളിത് ബാക്കില് ആനപ്പിണ്ട കണ്ടപ്പോ ഒക്കെ ബാക്കിന്ന്. തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങി. കണ്ട നല്ല തണുപ്പുണ്ട്, വെയിലുണ്ട്, നല്ല തണുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. തണുക്കുണ്ട്, കൈ മരവിച്ചോടൂ. വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പുണ്ട് അല്ലേ. ഒരു വണ്ടി സെയ്യാന്റെ വണ്ടി കാണാനില്ല. ആനപ്പിണ്ടം കണ്ടപ്പോ തിരിച്ചു പോയെന്നൊക്കെ തോന്നുന്നു. സെയ്യാനും ഷെഫീറിനെയും കാണാനില്ല. ഞോല മുമ്പിൽ ഈ ലോമാഞ്ചം പ്രാർത്ഥിച്ചു പോ. കൊളത്തിട്ട് അയാള് നോക്കാതെ കൊളത്തിരുന്ന് കുളത്ത് കയറി നോക്കാം നമുക്ക്. നോക്കാതെ ഒരാൾ കുളത്തിരുന്ന് എനിക്ക് വയ്ക്കോ? അതാ നോക്കിയിട്ടുണ്ട്. സായിക്കുട്ടി ഓമുണ്ട് നിന്റെ കൂടെ അങ്ങനെ വരുന്നേ. ഒരു ഡാമുണ്ട് പക്ഷെ ഉള്ളിൽ കിടക്കാൻ സമ്മതിക്കണില്ല. വീഡിയോയിൽ ഒരു കോമഡി കിട്ടിക്കോട്ടെ പറയണാണ്. ആ ഫോറസ്റ്റ് ഗാർഡ് വൻ തള്ളു നമ്മളോട്. കടുവ, കരടി, പുലി, ഒരു കാക്ക പോലും പറഞ്ഞില്ല. ആനപ്പിണ്ട ഇഷ്ടം പോലെ ഫ്രഷ് മങ്കേരിക്കോ രണ്ട് നായ്ക്കളെങ്കിലും കാണും, അതുപോലില്ല. പക്ഷെ പക്ഷേ നല്ല തണുപ്പും നല്ല കാലാവസ്ഥയും. അൾട്രാവയലറ്റ് ഇവിടെ അല്ല, ഒരു പോണ്ട് കാണുന്നുണ്ട്. സോറി, ലൈക്ക് കാണുന്നുണ്ട്. തടാകം പക്ഷേ തടാകല്ല. ഐ ലൈക്ക് ഈസ് ലൈക്ക്. ഐ ലൈക്ക് ഈസ് ലൈക്ക്. തടാകം മേഘമല സീനാണ്. ഫുൾ കിട്ടുന്ന ഫ്രെയിമുകളും കിട്ടുന്ന സാധനം. പോലീസ് ഉണ്ടോ? ഇയാളെ ഹെൽമെറ്റൊന്നും കിട്ടില്ല. സാധനം സ്വിറ്റ്സർലാൻഡ് പോയ ഫീൽഡ് കേസ്. നമ്മൾ സ്വിറ്റ്സർലാൻഡ് പോയിക്കാതെ പ്രശ്നം. അയ്യോ വളവ് ബസ് ഉണ്ട് KSRTC.
എടാ ആനവണ്ടി വരുന്നുണ്ട്, ആനവണ്ടി ബസ്. ഒന്ന് ഓണടിച്ചാ ഒരു ബസ് വരുന്നുണ്ട്, അത് പോയിക്കോട്ടെ. എന്നാ വിട്ടോളി. ആ വരുന്നുണ്ട്, നിർത്തി കൊടുത്തടാ. ബഷീറിന് പുറലോക്കൊന്നും കാണാൻ ജമ്മുവിൽ ചുരയിലിരിക്കാനോ, സൈഡ് വ്യൂ മാത്രമേ ഉള്ളൂ. വ്യൂ പോയിന്റ് ഉണ്ട്, ഞാൻ നിർത്തിയാ പോരെ. 7 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചെറുകുടിയാനകളും കടവുകളിൽ ഭക്തരകോ ഒരു ചെറിയ ചായക്കട കണ്ടിട്ടുണ്ട്. ചായ മാത്രമേ കിട്ടുള്ളൂ. VS സ്മാർട്ട്. ജാലല്ല ജ്വാല, അത് ജാലക്കാരി. അതാ പൊട്ടാ ഫാത്തിമ, അതാണ് ഉദ്ദേശിച്ചത്. അയ്യോ ഞാൻ ഹെൽമെറ്റ് മുടിയൊക്കെ ഹെൽമെറ്റ് വെച്ച് ആകെ അലമ്പായിക്കണ് ഗൈസ്. ഈ സാധനം ഊരാത്തോണ്ട് കുഴപ്പമില്ല. ഒന്നുമില്ല. ഇല്ലേ ഒന്നുമില്ല. ഒരു ഡിക്കി ഉണ്ടായി, എന്ത് തേങ്ങ കാട്ടി ചോദിച്ചോ എന്താണ് ആ ഞങ്ങള് മോള് പോവും. എന്താ പറയണ്ടേ? ആ ഓക്കെ ഗൈസ്, നമ്മള് ചായ കുടിക്കാണ്. ഇവിടെ ഫുഡൊക്കെ കിട്ടും കേട്ടോ. ചപ്പാത്തി എന്തൊക്കെ കിട്ടാറ്? ചപ്പാത്തി, പൊറോട്ട, ഇഡ്ഡലി ഒക്കെ കിട്ടൂല്ലോ ഇവിടെ. മേഘമലയ്ക്ക് വരുന്നവർക്ക് ഫുഡ് ഇവിടെ കിട്ടും. ഇവിടുന്ന് 7 കിലോമീറ്റർ ആണ് ആ വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത്. ഗൈസ് നമ്മൾ ചായ കുടിച്ച് ഇറങ്ങി, നമ്മള് വ്യൂ പോയിന്റ് പോവാണ്. ബുജ്ജി നമ്മളെങ്ങോട്ടാ പോകുന്നേ? കുറുനരി മോഷിക്കരുത്. ഇവിടുത്തെ കുടിലുകളാണ് ഗൈസ് കാണാത്ത. ഇത് അതിപുരാതനമായ ഒരു ഗ്രാമപ്രദേശമാണ്. പള്ളിമണി അടുക്കുന്നുണ്ട്. അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ബ്രേക്ക് കുറവാ. അങ്ങനെ പോയാൽ ഞങ്ങൾ തേയിലത്തോട്ടത്തിലേക്ക് ഒരു വള്ളി പോണല്ലേ? ആവാം. വള്ളി എന്തോ ഒരു മണി പഠിക്കണ്ടേ സംഭവം.
ആ അന്ന് തിങ്കളാഴ്ച അല്ലേ ഞായറാഴ്ച കുർബാന ഉണ്ടാവാം. അങ്ങനെ ഗായ്സ് നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇത് കയറാനുള്ളതാണ് നമുക്ക്. കടല ചുട്ടി പിടിക്കുക. ഇവിടെ 10 രൂപക്ക് ചുക്ക് കാപ്പി, 40 രൂപക്ക് ബ്രെഡ് ഓംലെറ്റ് കിട്ടും. വെറുത്താണ്. അതെ, നമ്മളിപ്പോ കഴിക്കണ്ട. പോയിട്ട് വന്നിട്ട് പിന്നെ ഇവിടെ വന്നാൽ ഒന്നും തിന്നാൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ കണ്ടു. അവിടെ ഹോട്ടലിൽ പൊറാട്ട, ചപ്പാത്തി അത് ഇതൊക്കെ തിന്നാൻ കിട്ടും. ഒന്നും തിന്നാൻ കിട്ടില്ല എന്ന് പറഞ്ഞു. ചോറ് മാത്രം. ഉച്ചക്ക് ചോറ് തിന്നു. ആ ഹോട്ടൽ നമ്മളെ കണ്ട ചായക്കടയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. നമ്മളവിടെ പൊറാട്ട ചപ്പാത്തി എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ ഒക്കെ കണ്ട് തിരിച്ച് അവിടെ പോയി കഴിയുമ്പോൾ തന്നെ അവിടെ ഫുഡ് റെഡിയാക്കി വെക്കും. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി സാധനം കയ്യിലുണ്ടെങ്കിൽ അവിടെ ഓർത്താൽ മതി, ഉണ്ടാക്കി തരും ചെയ്യും. സാധനം കയ്യിൽ പിടിച്ചെടുക്കാനാണെങ്കിൽ ഉണ്ടാക്കി തിന്നാ പോലും. അപ്പൊ നമ്മളിതാ വ്യൂ പോയിന്റിന്റെ മേളിലേക്ക് കയറിക്കൊണ്ടിരിക്കാണ്. അപ്പൊ എന്താ ഞങ്ങൾ ട്രിപ്പിനെ പറ്റി എന്താണ് ഇപ്പൊ മിന്നാജ് പറയാനുള്ളത്? എന്റെ ഒരു അഭിപ്രായത്തില്ലേ, ഇതിപ്പോ നമ്മള് വാൾപ്പാറ വൈബനുള്ളൂ അല്ലേ? അതേപോലത്തെ ഒരു സ്ഥലം. റൂട്ട് സെറ്റാണ്. ഒന്നും കൂടി മഞ്ഞ് കോടമഞ്ഞുണ്ടായിരുന്നെങ്കിൽ സെറ്റ് ചെയ്യുന്നു. പക്ഷെ തണുപ്പുണ്ട്. രാവിലെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു, ഇപ്പൊ തണുപ്പ് പോയി. ഞങ്ങൾ ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കാണ്. ഈ 12,000 രൂപ എണ്ണടിച്ചിട്ട് ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെ 20 രൂപ കാണിക്കാൻ എന്താ പ്രശ്നം? ഊട്ടി പോയിട്ട് അങ്ങനെയാണ്. ഇതേമാതിരി 10,000 രൂപ എണ്ണടിച്ച് പോയിട്ട് മുട്ടക്ക് നമുക്കൊരു 10 രൂപ എടുക്കാൻ വെച്ചാ ഇങ്ങോട്ടേക്ക് കാണാതെ ഇങ്ങോട്ടേ പോലും. പൈസ കാട്ടുപോത്തുണ്ടോ? ലെഫ്റ്റിക്ക് പോയ കാട്ടുപോത്തുണ്ട്. അങ്ങോട്ട് പോവണ്ടാന്ന്. അവിടെ ഒരു റിബൺ കിട്ടിയിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്തേക്ക് പോകരുത്. അങ്ങനെ കഴിച്ച് ഞങ്ങൾ 30 രൂപ ടിക്കറ്റ് ഒക്കെ എടുത്ത് മേലോട്ട് പോവാണ്. സൽമാനെ, നമ്മക്കറിയാം കയറിന്റെ അപ്പുറത്തേക്ക് പോകണ്ടത്. കാട്ടുപോത്തിന് ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത് അറിയോ? ആ കാട്ടുപോത്ത് അല്ലാന്നോ? കാട്ടുപോത്ത് നല്ല ചാട്ടം ചാടും. കാട്ടുപോത്ത് മതിലെടുത്ത് നല്ല ചാട്ടം ചാടും. ഞാൻ ഷാഗുൽദാസ് ഞാൻ പറയാം എന്നോട്. മലക്കപ്പാറല്ലോ അവിടെ ഉണ്ടായിരുന്നു വിഷയല്ലേ? ആ വിഷയല്ലാണ്. അസ്ലം പോലീസിലാ. അസ്ലം ഇവിടെ നമ്മൾ ഓടാനൊക്കെ പോകുമ്പോ രാവിലെ കളിക്കാനൊക്കെ ഉണ്ടല്ലോ അവിടെ ഇരുമ്പിലത്ത്. ഒക്കെ അവിടെ നിന്നാണ് വിഷയം. എന്താണ് എല്ലാത്തിലും ഉണ്ടോ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടോ? ഓലൊക്കെ അങ്ങനത്തെ ഒരു മൈൻഡ് ആൾക്കാർ അന്ന് തന്നെ. ഇത് മാത്രം അല്ല ഇജാന്റെ കാര്യത്തിൽ സക്സസ് ആയി, ഓരോ കാര്യത്തിൽ സക്സസ് ആയി. ഇതാണ് കാട്ടുപോത്തിനെ ഇതാക്കിയ കയറ്. അങ്ങോട്ട് വരുന്ന പറഞ്ഞേ. എടാ വെറുതെ അങ്ങോട്ട് കയറി നോക്കിയാലോ? കാട്ടുപോത്തിനാണോ നോക്കിയാലോ? ഇതാണ് മേഘമലൈ. ഇതാ സംഭവം അറിയോ? ഇത് മല, അത് മേഘം. മേഘമലൈ. ഗൈസ് എന്താണ് ഇവിടുത്തെ വ്യൂ? ഏത് വ്യൂ, ഏത് മൂഡ്? ഇതൊരു മൂഡ് ഉണ്ട് കേട്ടോ. ഓള് തിരിച്ചു പറഞ്ഞല്ലോ. ഒരു 4 മാത്രം അവിടെ നോക്ക്. എന്തേ ഇർഫാനതാ കാട്ടുപോത്തിന് തെരഞ്ഞു പോണ്. പുതിയ വ്ളോഗർ. നൈസ് വ്യൂ ആണ് കേട്ടോ.
സീന്. ജിസ് പെരക്കെ തൂനെ കദം ചെറു കൊല്ലാടാ ഇവിടെ കയറിട്ട് സിപ്പില് കയറി എത്രയായി സ്ഥാപനം പോട്ടുള്ള സമയം കുമളി വഴി പോണ്ടാന്ന് ഞാൻ എന്തിനാ അവിടെ വെയിലൊന്നും ഇല്ലാന്ന് വെയിലാൾക്കോണ്ട് നല്ലൊരു ഫോട്ടോ എടുക്കേ ഇടാൻ പറ്റും. ഗൈസ് പിന്നെ വേറൊരു കാര്യം എല്ലാരും പറയുന്നുണ്ട് ഇവിടെ റേഞ്ച് ഇല്ലാന്ന്. ഇവിടെ ജിയോക്ക് റേഞ്ച് ഉണ്ട്. ഇതോ അത് വീഡിയോ കോൾ ചെയ്യണ വീട്ടിക്ക് റേഞ്ചൊക്കെ ഉണ്ട് ഗൈസ്. റേഞ്ച് ഉണ്ട്, ഫുഡ് ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ സ്റ്റേ ചെയ്യാൻ സർക്കാരിൻ്റെ ഒരു സ്റ്റേ അതാണ് നല്ല. പക്ഷേ സ്റ്റേ ചെയ്യാൻ സർക്കാരിൻ്റെ സാധനം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ലഭ്യമാണ്. നെറ്റുണ്ട്, ബാറുണ്ട്, ബിയറുണ്ട്. ഓക്കെ ഏറ്റവും ടോപ്പ് വ്യൂ. ഇതാണ് ഗൈസ് മേഘമലയിലെ ടോപ്പ് വ്യൂ. ഫോണിൽ കാണുന്ന പോലെ ഒന്നുമല്ല, കണ്ണുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ഫോണിൽ അത്ര ടോപ്പല്ല ഗൈസ്. ഷെഫീറിന്റെ മുന്നിൽ ഒരു കിളി മുട്ടിട്ട് പോയി. ഇതാ ലൈവ് പാറിയാണ്ടിട്ട് പോയി. പക്ഷെ ഇത് പൊട്ടിയില്ലല്ലോ, പാർമൊക്കെ ഉണ്ട്. എന്നാ തൊടണ്ട, അത് കിളി പോയാടാ. കിളിവാതിൽ മുട്ടി വിളിച്ചത് ഇവിടെ എന്താ എനിക്ക് പറയാനുള്ളത്? സ്ഥലം വില്ലേജ്, പീസ്ഫുൾ ഏരിയ, പീസ്ഫുള്ളാണ്. ഭയങ്കര രസമുണ്ടല്ലേ. ഗൈസ് ഇതാണ് ഇവിടുത്തെ സ്റ്റേ ഓപ്ഷൻ. മേഘമലയിൽ ഈ ഒരു സ്റ്റേ മാത്രമേ ഉള്ളൂ. ഇത് സർക്കാരിൻ്റെയാണ്, ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയാണ്. ഞങ്ങളിവിടെ ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി കയറിയാണ്. ടോയ്ലറ്റിലൊക്കെ കയറട്ടോ ഫ്രീ ആയിട്ട്. 5 രൂപ കൊടുക്കണം. 5 രൂപ എടുത്താൽ ഫ്രീ ആയിട്ട് കയറാം. ഞങ്ങളിഞ്ഞി ഇവിടുന്ന് ഇറങ്ങാണ്. ഇനി മേഘമല ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് ഗൈസ്. യെസ്, 360 കിലോമീറ്റർ റൈഡ് അങ്ങനെ നമ്മള് മേഘമലയെ തിരിച്ച് നമ്മളെ റൂമിൽ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. അങ്ങനെ റൂമിൽ തിരിച്ച് നാട്ടിൽ പോവാണ്. നമ്മള് കുമളി വഴി 350 കിലോമീറ്റർ കുമളി വഴി രാമക്കൽമേട് കുമളി അങ്ങനെ പോകാനാണ് നമ്മളെ പ്ലാന്. അപ്പൊ നമ്മളെ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് അടുത്ത വാഗമണ്ണാണ്. മേഘമല ഈ വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പെരേക്ക് അത്ര വ്ളോഗ് ഇല്ല, കാരണം എന്താ വെച്ചാല് ഫോണിൽ സ്പേസ് ഇല്ല. വ്ളോഗ് കാണുന്ന ആരെങ്കിലും നമുക്ക് ഒരു 17 Pro Max 1 TB തന്നെ സഹായിക്കണം. ഞങ്ങളെ ഫോണിൽ സ്പേസ് ഇല്ല. മെൻഷൻ ചെയ്യാം ആൾക്കാരെ. ചെയ്യാൻ്റെ അമ്മ, അപ്പോ ചെയ്യാന്റെ ഫാമിലി, ഇന്റെ ഫാമിലി, ഷെഫീറിന്റെ ഫാമിലി, ഇവരൊക്കെയാണ് വ്ളോഗ് കാണുന്ന ആൾക്കാര്. വളവില് ഞങ്ങൾ തൊണ്ട് ഭണ്ഡാരപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമ്മളെ വ്ളോഗ് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഓക്കെ ബൈ.